ഇത് തിരുവനന്തപുരത്തെ ലോകപ്രശസ്തമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിലേക്കുള്ള പ്രധാന നടപ്പാതയ്ക്ക് ഇടതുവശത്തായി ഈ കാണുന്നതാണ് പുത്തൻമാളിക അഥവാ കുതിരമാളിക കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന കവാടം. സ്വാതി സംഗീതത്തിൻ്റെ വശ്യമായ നാൾവഴികൾ ഘനീഭവിച്ച് കിടക്കുന്ന കുതിരമാളിക കൊട്ടാരത്തിൻ്റെ സംഭവബഹുലമായ കഥയാകട്ടെ ഇന്ന് ഇതൊരു മ്യൂസിയമാക്കിയിരിക്കുന്നു. 70 രൂപ പ്രവേശന ഫീസും നൽകി ഞങ്ങൾ തിരുവിതാംകൂറിൻ്റെ സംഗീത ചക്രവർത്തി സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ജീവൻ ഇപ്പോഴും തുടിക്കുന്ന കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ തേടി ഉള്ളിലേക്ക്. തുടക്കത്തിൽ ഒരു ഇടുങ്ങിയ വഴിയാണ്. അതിലൂടെ 200 മീറ്ററോളം നടന്നാൽ പുത്തൻമാളിക അഥവാ കുതിരമാളിക കൊട്ടാരത്തിലേക്കുള്ള പുരാതനമായ വാസ്തുശില്പ ശൈലിയിൽ ഓടുമേഞ്ഞ് പടിഞ്ഞിട്ടുള്ള ഒരു പ്രധാന പ്രവേശന കവാടം കാണാം. ക്ലോക്ക് റൂമിൽ പാദരക്ഷയും സൂക്ഷിച്ച് അകത്തേക്ക് കയറിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. സിറ്റിയുടെ ഒത്ത നടുവിൽ 22 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു പടുകൂറ്റൻ കൊട്ടാര സമുച്ചയം. സിറ്റിയുടെ അരോചകമായ തിരക്കുകളില്ല, തികഞ്ഞ ശാന്തമായ അന്തരീക്ഷം. എത്ര പെട്ടെന്നാണ് മനസ്സ് തണുത്തത്! അതൊരു മാജിക്. ആയിരത്തി 1840 തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് പണിയിച്ചതാണ് ഈ സ്വപ്ന സൗധം. തികഞ്ഞ കേരളീയ വാസ്തുശില്പ മാതൃകയിൽ കരിങ്കല്ലും അപൂർവ ഇനം മര ഉരുപ്പടികളും സുർക്കയും ചേർത്താണ് ഇതിൻ്റെ നിർമ്മിതി. 1836 തഞ്ചാവൂരിൽ നിന്നുള്ള 5000-ഓളം വിദഗ്ധ ശില്പികളാണ് ഈ അത്ഭുത നിർമ്മിതിക്ക് പിന്നിൽ. ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്തെ ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി അക്ഷരാർത്ഥത്തിൽ നമ്മെ അതിശയപ്പെടുത്തുക തന്നെ ചെയ്യും. ഒറ്റ നോട്ടത്തിൽ തന്നെ രാജഭരണത്തിൻ്റെ ആഠ്യത്വവും പ്രൗഢിയും നിറഞ്ഞ ഗതകാല സ്മരണ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കും, അതുറപ്പ്. 80ഓളം വിശാലമായ മുറികളുണ്ട് ഈ അത്ഭുത സൗധത്തിന്. അതിൽ 20 എണ്ണത്തിൽ മാത്രമാണ് സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളത്. ഒരു ഉത്തരവ് കിട്ടിയാൽ യുദ്ധത്തിനായി കുതിച്ചു പായാൻ തയ്യാറായി നിൽക്കുന്ന 122 ഉശിരൻ കുതിരമുഖങ്ങൾ അതിമനോഹരമായി കൊത്തിവച്ചിട്ടുള്ള തേക്ക് കൊണ്ടുള്ള നിർമ്മിതിയാണ് കൊട്ടാരത്തിൻ്റെ മേൽക്കൂര താങ്ങി നിർത്തുന്നത്. ഇതാണ് ഈ മനോഹര സൗധത്തിന് കുതിരമാളിക എന്ന വിളിപ്പേര് വീഴാൻ കാരണം. അന്നത്തെ തിരുവിതാംകൂറിൻ്റെ സൈനിക ശക്തിയുടെ പ്രതീകമായി ഇതിനെ കരുതാൻ കഴിയും.
ചിത്രപ്പണികളുള്ള നിരവധി ഒറ്റക്കൽ തൂണുകൾ, കൊത്തുപണികളുടെ മനോഹാരിത തുളുമ്പുന്ന നെടുങ്കൻ വാതിലുകൾ, വ്യത്യസ്തമായ കൊത്തുപണികളാൽ അലങ്കൃതമായ മേൽക്കൂരകളുള്ള 80ഓളം മുറികൾ, നെടുനീളൻ വരാന്തകൾ, ഇവയൊക്കെയാണ് കുതിരമാളികയെ മറ്റു കൊട്ടാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ആകർഷകമാക്കുന്നതും. തഞ്ചാവൂരുള്ള ആൾക്കാരാണ് പണിയുന്നത്. ഒരു ദിവസം 5000 പണിക്കാർ വെച്ചിട്ട് 4 വർഷം കൊണ്ടാണ് കൊണ്ടുവരുന്നത്. മഹാരാജാവിന്റെ ഒരു ദിവസം താമസിച്ചിട്ടുണ്ടോ വളരെ ചെറുപ്പത്തിൽ അവർക്ക് വേണ്ടി എല്ലാവർക്കും ആ വർഷത്തിന്റെ മരണം അതുകൊണ്ട് കൊണ്ടാട് അടച്ചിട്ട് 120 വർഷക്കാലം 5 വർഷം പിന്നീട് 1841 മുതൽ കൊട്ടാരത്തിന് ഒത്ത നടുവിലായി കാണുന്നതാണ് നവരാത്രി മണ്ഡപം. ഒറ്റ നോട്ടത്തിൽ തന്നെ രാജഭരണത്തിൻ്റെ ആഠ്യത്വം നിറഞ്ഞ വശ്യമായ നിർമ്മിതി. നിരവധി ഒറ്റക്കൽ തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന മണ്ഡപമാണിത്. മണ്ഡപത്തിൻ്റെ മച്ച് കൊത്തുപണികളാൽ അലങ്കൃതമാണ്. അതിൻ്റെ രൂപഭംഗി കണ്ടു തന്നെ ആസ്വദിക്കപ്പെടേണ്ടതാണ്. ഈ മണ്ഡപത്തിലാണ് ഇപ്പോൾ സ്വാതി സംഗീതോത്സവം കൊണ്ടാടുന്നത്. സ്വാതി തിരുനാളിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 6 മുതൽ 12 വരെയാണ് സ്വാതി സംഗീതോത്സവം ഈ മണ്ഡപത്തിൽ അരങ്ങേറുന്നത്. കൊട്ടാരത്തിൻ്റെ തറ കണ്ടില്ലേ? നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മനോഹാരിതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. കുമ്മായം, ചിരട്ടക്കരി, മുട്ടവെള്ള ഇവ പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് തറയുടെ നിർമ്മിതി. അതിൻ്റെ ദൃഢതയ്ക്കും മിനുസത്തിനു മുന്നിൽ ആധുനിക ഫ്ലോർ ടൈലുകൾ മുട്ടുമടക്കും. ഇവിടെ നിന്നാൽ പൊരിവെയിലും കാലിൽ തണുപ്പരിച്ചു കയറും. പുല്ലുപാകിയ വിശാലമായ മുറ്റത്തിന് ഒത്ത നടുവിലായി കാണുന്ന ഒറ്റപ്പെട്ട ഈ കെട്ടിടമാണ് മഹാരാജാവിൻ്റെ അതിഥി മന്ദിരം. മനോഹരമായ ഈ അതിഥി മന്ദിരത്തിൽ ഇപ്പോൾ അതിഥികളില്ല.
തിരുവിതാംകൂറിന്റെ തലവര മാറ്റി എഴുതിയ പ്രഗത്ഭനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു സ്വാതി തിരുനാൾ. 1829 മുതൽ 1846 വരെയായിരുന്നു ഭരണകാലം. 16-ാം വയസ്സിലാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. നായർ പട്ടാളത്തിന്റെ രൂപീകരണം, തിരുവനന്തപുരം മൃഗശാല, വാനനിരീക്ഷണ കേന്ദ്രം, ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്, ആദ്യത്തെ കനേഷുമാരി കണക്കെടുപ്പ്, ഗവൺമെന്റ് പ്രസ്, ആശുപത്രി, മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി, പുതിയ സെക്രട്ടേറിയറ്റ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന കുതിപ്പായിരുന്നു തിരുവിതാംകൂർ സ്വാതി തിരുനാളിന്റെ കാലത്ത് സാക്ഷ്യം വഹിച്ചത്. കലാരംഗത്താണോ ഭരണരംഗത്താണോ സ്വാതിയുടെ മികവ് എന്നത് എന്നും തർക്കവിഷയം തന്നെയാണ്. അതാണല്ലോ അദ്ദേഹം സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞനെന്നും ഒരേപോലെ അറിയപ്പെടുന്നത്. ഇതാണ് 2-ാം നിലയിലെ വിശാലവും മനോഹരവുമായ നൃത്തമണ്ഡപം. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ എത്രയോ പേരുടെ ചിലങ്കയുടെ ശബ്ദം പ്രതിധ്വനിച്ച സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിനെയും അക്കാലത്തേക്ക് കൊണ്ടുപോകുന്നുവോ? തഞ്ചാവൂരിലെ ശരഭൂജി മഹാരാജാവിന്റെ വിദ്വൽ സദസ്സ് അലങ്കരിച്ചിരുന്ന സുന്ദരലക്ഷ്മിയും കുടുംബവും സ്വാതി തിരുനാളിന്റെ വിദ്വൽ സദസ്സിലേക്ക് എത്തിയത് മഹാരാജാവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പട്ടും പരിവട്ടവും കൊടുത്ത് പിൽക്കാലത്ത് ജീവിത സഖിയാക്കിയ തഞ്ചാവൂർ നർത്തകി സുന്ദരലക്ഷ്മിയുടെ വശ്യസുന്ദരമായ നൃത്തച്ചുവടുകൾ എത്രയോ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. തഞ്ചാവൂരിലെ വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീട് സുന്ദരലക്ഷ്മിക്കുള്ള ഒരു പ്രണയ സ്മാരകമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. പ്രാണനാഥന് എനിക്കു നൽകിയ പരമാനന്ദ രസത്തെ പർവ്വതിനെഴുതാമോ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രണയഗാനം സ്വാതിയുടെ തൂലികയിൽ പിറന്നതിന് പിന്നിൽ ഇതൊക്കെ തന്നെയല്ലേ? ഇത് ഇരയുമ്മൻ തമ്പി, സ്വാതി തിരുനാളിൻ്റെ മാതുലസ്ഥാനീയൻ. മലയാളക്കര കണ്ട എക്കാലത്തെയും മികച്ച താരാട്ടുപാട്ട് ഓമനത്തിങ്കൽ കിടാവോ ഇരയുമ്മൻ തമ്പി രചിച്ചത് കുഞ്ഞായിരുന്ന സ്വാതിയെ താരാട്ടുപാടി ഉറക്കാനായിരുന്നുവത്രേ. പിൽക്കാലത്ത് ഈ പാട്ട് രാജ്യം തന്നെ ഏറ്റെടുത്തു. സ്വന്തം കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കാൻ ഈ പാട്ട് പാടാത്ത അമ്മമാരുണ്ടാകില്ല അന്നും ഇന്നും എന്നും. ഈ ഇരിപ്പിടത്തിലിരുന്ന് ശ്രീ പത്മനാഭനെ ദർശിച്ചുകൊണ്ടാണ് സ്വാതി തിരുനാൾ തൻ്റെ രചനകൾ നടത്തിയിരുന്നത്. കേവലം 33 വർഷം മാത്രം നീണ്ടുനിന്ന ഹ്രസ്വ ജീവിതത്തിനിടെ 400ഓളം കൃതികളാണ് സ്വാതിയുടെ തൂലികയിൽ പിറന്നു വീണതും അവയെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതും. തികഞ്ഞ പത്മനാഭദാസനായ സ്വാതി തിരുനാൾ ഒരു അനുഗ്രഹ ജന്മമെന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കാൻ? ആഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പനിമതി മുഖിബാലെ, ശുരുട്ടി രാഗത്തിലുള്ള ജലജാ ബന്ധുനി എന്നിങ്ങനെ എത്രയെത്ര ലോകോത്തര രചനകൾ. ഇരയുമ്മൻ തമ്പി, കന്നയ്യ ഭാഗവതർ, ഷഡ്കാല ഗോവിന്ദമാരാർ, കിളിമാനൂർ രാജരാജ കോയിത്തമ്പുരാൻ, ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ, വാസുദേവ ശാസ്ത്രികൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനശ്വര സംഗീതജ്ഞർ സമ്പന്നമാക്കിയ രാജസദസ്സിനുടമയായ മഹാസംഗീതജ്ഞൻ തന്നെയാണ് സ്വാതി തിരുനാൾ. ഇതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള രഹസ്യപാതയുടെ വാതിൽ. 1846 സ്വാതി തിരുനാൾ നാട് നീങ്ങിയതിനെ തുടർന്ന് അടഞ്ഞ ഈ വാതായനം പിന്നെ തുറന്നിട്ടേയില്ല. ഇനി നമുക്ക് കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കളുടെ ശേഖരത്തിലേക്ക്.
തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ബ്രിട്ടീഷ് പ്രസിഡന്റ് ജനറൽ കല്ലൻ ഇടപെടുന്നതും ഇടങ്കോലിടുന്നതും സ്വാതിയെ ചെറുതായല്ല വിഷമിപ്പിച്ചത്. ബ്രിട്ടീഷ് ഇടപെടലിൽ സഹികെട്ട സ്വാതി തിരുനാൾ പതിയെ ഭരണകാര്യങ്ങളിൽ നിന്നും ഉൾവലിയാൻ തുടങ്ങിയിരുന്നു. പ്രജാക്ഷേമ കാര്യങ്ങളിൽ ഫലപ്രദമായി നിർവഹിക്കാൻ ഇനി കഴിയില്ലെന്ന തിരിച്ചറിവ് സ്വാതിയെ വിഷാദത്തിലാക്കിയിരുന്നുവോ? തൻ്റെ മനോവിഷമങ്ങൾ ശ്രീ പത്മനാഭന് മുന്നിൽ സമർപ്പിച്ച് തികഞ്ഞ പത്മനാഭദാസനായ സ്വാതി തിരുനാൾ കൂടുതൽ സമയം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉപാസകനായി മാറി. സംഗീത ലോകത്തിന് അമൂല്യമായ രചനകളാണ് തുടർന്നങ്ങോട്ട് ലഭിച്ചത്. 400-ൽ പരം ക്ലാസിക് കൃതികളാണ് മികച്ച ചിട്ടപ്പെടുത്തലുകളിലൂടെ സംഗീത ലോകത്തിൽ ലഭിച്ചത്. ഇന്ത്യയിലെ പ്രമുഖ കലാകാരന്മാർ, സംഗീതജ്ഞർ സ്വാതിയുടെ രാജസദസ്സിലേക്ക് ഒഴുകിയെത്തി. ഭരണകാര്യങ്ങളിലുള്ള വിമുഖത കൊട്ടാര നിവാസികളെപ്പോലും പിൽക്കാലത്ത് സ്വാതിക്കെതിരാക്കി മാറ്റി. മകന്റെയും പിതാവിൻ്റെയും അകാല മരണം കൂടിയായപ്പോൾ അത് മാനസികമായും ശാരീരികമായും സ്വാതിയെ തീരെ അവശനാക്കി കഴിഞ്ഞിരുന്നു. തുടർന്ന് 33-ാം വയസ്സിൽ നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഈ ഭരണ സംഗീത വിസ്മയം നാടുനീങ്ങി. ഈ മഹാസൗധത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു കാലത്ത് മുഴങ്ങിക്കേട്ടത് കല്ലേ പിളർത്തുന്ന രാജകൽപ്പനകൾ മാത്രമായിരുന്നില്ല. പ്രണയവും ശൃംഗാരവും എന്തിനേറെ ഭക്തിയും കലർത്തിയെടുത്ത നിരവധി സംഗീത ശില്പങ്ങളുടെ മനം കവരുന്ന പ്രതിധ്വനികൾ കൂടിയായിരുന്നു. കൊട്ടാരത്തളങ്ങളിലും നീണ്ട തണുത്ത വരാന്തകളിലും ഇന്നും സ്വാതി സംഗീതം ഘനീഭവിച്ച് കിടക്കുന്നുവോ? കാതോർത്താൽ നമുക്ക് ഇപ്പോഴും അവ കേൾക്കാനാകുന്നുണ്ടോ? കർണാടക സംഗീതത്തിൻ്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ശാസ്ത്രീയ നൃത്ത ചുവടുകളുടെയും അനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു മഹാസംഗീത ചക്രവർത്തിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ കൊട്ടാരത്തളങ്ങളിൽ തിരുവിതാംകൂർ കണ്ട മികച്ച ഒരു ഭരണാധികാരിയുടെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി ഉണ്ടാകും. Goodbye and see you again.